ഓക്കെ. ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കണ്ടപ്പോ ഞങ്ങൾ ഉമ്മയും മോനുമായിട്ട് തോന്നിയോ ആങ്ങളെയും പെങ്ങളുമായിട്ട് തോന്നിയോ? ഇല്ലല്ല, നിങ്ങൾക്ക് എന്താ അപ്പൊ ആ സമയത്ത് ഞങ്ങള് തോന്നിയ സംഭവം എന്താ വെച്ചാല് പറഞ്ഞ കുഴപ്പമില്ല. എന്താ അല്ല കുഴപ്പമില്ല. അതെ അതെ മറ്റൊരു വർത്തമാനം പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞ സത്യം പറഞ്ഞാല് ഈ ഒരു സംഭവം നിങ്ങളൊരു ഇന്റർവ്യൂ എന്തോ കണ്ടിട്ടാണ്, എന്തോ ഒരു സംഭവത്തിലാണ് നിങ്ങളെ അക്കൗണ്ടിൽ വന്ന് നോക്കണത്. ഇതാ ഫസ്റ്റ്. പിന്നെയാണ് എന്താണ് നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ളതൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യം നിങ്ങൾ ഏതൊരു റീലോ എന്തോ സംഭവം കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ പിന്നെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ ചോയ്സാണ്. ഇപ്പോ ഇന്റെ ഒരു ചോയ്സ് ആയിരുന്നു ഇവള്, അതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ്. ഇവക്ക് അന്തല്ല, തലച്ചോറില്ല, സൗന്ദര്യമില്ല, ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. മനസ്സിലായോ? അതേപോലെ നീ എന്താ ഇവരെ കെട്ടാനും ഇവർക്ക് ഒരു ബുദ്ധിയില്ലാത്തൊരു ചക്കര കെട്ടാനുള്ള ഒരു തന്റേടുണ്ടല്ലോ, അത് നമ്മൾ. ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ TT ഫാമിലി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നല്ല തിളങ്ങി നിൽക്കുന്ന 2 യൂട്യൂബേഴ്സാണ്. അപ്പോൾ അവരുടെ പ്രായം കൊണ്ട് തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നൊരു 2 ഇതാണ്. അവർ ഇപ്പം ഭാര്യയ്ക്ക് കുറച്ച് ഏജ് കൂടിപ്പോയി, എന്താണ് ഭർത്താവിന് ഏജ് കുറവാണ്, എങ്കിലെന്താ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിലെന്താണ് പ്രശ്നം? അതുപോലെ തന്നെ ഞാൻ അവരുടെ വീഡിയോസിനൊക്കെ താഴെ പോയിട്ട് ഉള്ള കമൻറ്റുകൾ കണ്ടു കേട്ടോ. തള്ളേ, എന്താണ് നിനക്ക് വേറെ ബന്ധത്തിൽ 2 മക്കളില്ലേ, അവരെ നിനക്ക് നോക്കാൻ വയ്യേ, നിന്റെ എന്താണ് ഈ ചെറിയ ചെറുക്കനെ കിട്ടിയപ്പോൾ നിനക്ക് അങ്ങനെയാണോ? എന്തിനാ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കുടുംബകാര്യത്തിൽ പോയിട്ട് ചകഞ്ഞു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്നാണ് എനിക്ക് നിങ്ങളോട് ഇങ്ങനെയുള്ള ബാഡ് കമൻറ്റ്സ് ഇടുന്നവരോട് ചോദിക്കാനുള്ളത്. അവർ ഇപ്പോൾ എല്ലാം തികഞ്ഞവരായിട്ട് ഇപ്പം സെയിം എന്താ പറയുക, ഭാര്യയ്ക്ക് ഏജ് കുറവാണ്, ഭർത്താവിന് ഏജ് കൂടുതലാണ്, 2 പേരും അങ്ങനെ വിവാഹം കഴിച്ചു, അതിൽ പ്രശ്നങ്ങൾ നടക്കുന്നില്ലേ, അതിൽ ഡിവോഴ്സുകൾ നടക്കുന്നില്ലേ, അതിലെന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഏജ് എന്ന് പറയുന്നതൊന്നും ജീവിതത്തിൽ യാതൊരു പ്രശ്നമേ അല്ല. അവർ സന്തോഷം, നമ്മുടെ ഒരു ലൈഫിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ആദ്യം വേണ്ടത് നമുക്ക് സന്തോഷം, അതുപോലെ തന്നെ സമാധാനമാണ്. അല്ലാതെ നമ്മുടെ കുറേ ഭംഗി ഉണ്ടായിട്ടോ കുറേ സ്വത്തുക്കൾ ഉണ്ടായിട്ടോ മനസ്സമാധാനം ഇല്ലാത്ത ജീവിതം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പോൾ അവരുടെ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഫുൾ ആക്ടിങ് ആണ്. അവർ ആക്ടിങ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവർ ആക്ടിങ്ങോ എന്തോ ചെയ്ത് അവർ ജീവിക്കട്ടെ. അവരുടെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി അവർ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നു, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നു. അതിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ട് അവരെ വിഷമിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ നിനക്ക് നാണമില്ലട ഈ തള്ളയെ വിവാഹം കഴിക്കാൻ. നിങ്ങളുടെ ആരെങ്കിലും ആണോ വിവാഹം കഴിച്ചത്? അവൻക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അവൻ വിവാഹം കഴിച്ചു, അവൻ പൊന്നുപോലെ നോക്കുന്നു, അവൻ അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഇവൻ്റെ ഇതിൽ ചില നെഗറ്റീവ്സുകളൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല, ഇവർ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ഭാഗത്ത് എടുത്ത് നോക്കുന്നു, ഇപ്പം ആ എന്താ പറയുക, പ്രഗ്നൻസി അതൊക്കെ ഫേക്കായിട്ട് തന്നെയാണ് അവർ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനെതിരെ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ നിരന്തരം ഇവരെ തള്ളേ അങ്ങനെ ഇങ്ങനെ ആദ്യത്തെ ബന്ധത്തിലുള്ള മക്കളെ നോക്കുന്നില്ല, അങ്ങനെ ചിലപ്പോൾ മുൻ ഭർത്താവ് ആ മക്കളെ വിടുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാർ നോക്കാത്തത്. അവർ ചിലപ്പോൾ പേഴ്സണലി അവർ പോയി കാണുന്നുണ്ടാവും, അവർ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതൊന്നും അവരത് പേഴ്സണലി വന്ന് പറയാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം നമ്മൾ പേഴ്സണലി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണമെന്നൊന്നുമില്ലല്ലോ. ഇപ്പോൾ പ്രണവ് ചെയ്തതുപോലെ അവർ വിഡിത്തം കാണിച്ചതുപോലെ എല്ലാവരും ആ ഒരു വിഡിത്തം കാണിക്കണമെന്നില്ലല്ലോ. അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരുടെ മക്കളെ കാണിക്കുന്നില്ല, അവരുടെ ആ ഒരു കാര്യങ്ങളൊന്നും അവർ പറയാത്തത്. അവർ മക്കളുണ്ട് എന്നുള്ളത് മറച്ചു വെച്ചിട്ടൊന്നും അവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല. അവർ മക്കളുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇപ്പോൾ 3ാമത്തെ ഇനിയിപ്പോൾ 4ാമത്തെ ഡെലിവറി ആണെന്നൊക്കെ അവർക്ക് നേരത്തെ 2 പെൺമക്കളുണ്ട് എന്നെല്ലാം അവർ പല വീഡിയോസുകളിലും പറഞ്ഞിട്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഇട്ട് അവരെ വേദനിപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ ഇപ്പോൾ വയനാട് പോയപ്പോൾ അവർ നിരന്തരം ഇങ്ങനെയുള്ള ഉമ്മയും മോനാണോ ആങ്ങളെയും പെങ്ങളാണോ, അതുപോലെ നിങ്ങൾ ഭാര്യയും ഭർത്താവ് തന്നെയാണോ, ഞങ്ങൾക്ക് സംശയമാണ്, അങ്ങനെയുള്ള ഒരു നിരന്തരമായിട്ടുള്ളത് വരുമ്പോൾ അവർ വയനാട് പോയ സമയത്ത് അവരുടെ ഫ്രണ്ട്സുമായിട്ട് പോയ സമയത്ത് അവർ എല്ലാവരും ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവർ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം, ഒന്ന് കേട്ട് നോക്കൂ. ഞങ്ങൾ ആദ്യമായിട്ട് വീഡിയോയിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ്. ആ സമയത്ത് നിങ്ങൾക്ക് തോന്നിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഇവര് എന്താണ് ഇവർക്ക് അങ്ങനെയൊക്കെ അപ്പൊ നിങ്ങൾക്ക് തോന്നിയ ആ കാര്യം? അതായത് ഇതില് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇപ്പൊ നമുക്കായാലും നെഗറ്റീവ്, എല്ലാവർക്കായാലും അതിൽ നെഗറ്റീവിന്റെ അല്ല. നിങ്ങൾ ആ സമയത്ത് മനസ്സിനാണ് അതത്ര ഞാനവിടെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് തോന്നുന്നു അത്ര ഹാപ്പിയാണ്. നമ്മളിപ്പോ കാണില്ലേ എത്രത്തോളം ഹാപ്പിയാണ് നിങ്ങൾ എന്നുള്ളത്, അത് തന്നെയാണ് വലിയ കാര്യം.
നമ്മളൊക്കെ കുറെ ജീവിക്കാന്നല്ലല്ലോ, ഉള്ളത് ഹാപ്പി ആയിട്ട് ജീവിക്കാന്ന്. അതെ അതെ ഈ വീഡിയോ നിർത്തിക്കാൻ അല്ലാണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നില്ല? അമ്മയും മോനും ആണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, അങ്ങനെ ഒന്നും തോന്നില്ല? ഇവർക്ക് എന്താ പ്രാന്താണ് അങ്ങനെ അപ്പോഴാണ് എനിക്ക് ആ കണ്ടന്റിന്റെ ഓർമ്മ. അതിനടി അങ്ങനെയല്ല, നമ്മളെന്താ വെച്ചാ നമ്മള് റൊമാൻറ്റിക് ഒക്കെ കണ്ടു. പക്ഷെ നിങ്ങൾ റീൽ എടുക്കുമ്പോഴും ആ കാണിക്കുന്ന എഫേർട്ടും ഞാൻ കുട്ടിയെ നോക്കി നടക്കല്ല. പക്ഷെ നിങ്ങള് ഭയങ്കര പോസിറ്റീവ് രണ്ടാളും. അല്ല അത് ഇപ്പോഴായിട്ടല്ല, ഭയങ്കര ഒന്നും കൂടി അപ്പൊ ഞാൻ കളിയാക്കല്ലേ ഞാൻ ഹസ്തക്കറിഞ്ഞു നോക്കിയോല് നല്ല കെയർ അപ്പൊ ഞാൻ കയറിയില്ലേ അങ്ങനെ അല്ല അതെ അടുത്ത കുടുംബം വെറുതെ ചോദിച്ചു. അല്ല ഞാൻ ചോദിച്ചോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടികളൊക്കെ? പരിപാടികളെ അത് തന്നെ 2 ദിവസം എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്. ഞാൻ സത്യം പറഞ്ഞ റിസോർട്ടിലാണ് എൻജോയ് ചെയ്തത്. നമ്മളുടെ ഫ്രണ്ട്ഷിപ്പാണ്. അതെ നമ്മൾ കറക്റ്റ് നമ്മളെ ഫാമിലിന്റെ കൂടെ അതേ നമ്മളിപ്പോ ഇവ മലപ്പുറം, ഈ കൊടുവള്ളി, ഞങ്ങള് ചെർപ്പളശ്ശേരി, അൻഷിഫ് വണ്ടൂര്, ഇങ്ങനെയൊക്കെ കൂടാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടി ഇത്ര ദൂരമുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി പാട്ടുപാടി 2 ദിവസം നമ്മള് മൈൻഡൊക്കെ റീഫ്രഷ് ആയി. ഒരുപാട് സന്തോഷം. നമുക്ക് റിസോർട്ടിനേക്കാൾ കൂടുതൽ അതെ 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 റിസോർട്ടിലാണ് എൻജോയ് ചെയ്തത് നമ്മളെ ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പ് അതെന്താ അറിയോ, ഒരേ വൈബുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടിയപ്പോ. അപ്പൊ കണ്ടില്ലേ അവർ പറയുന്നത് കേട്ടില്ല? അവരപ്പോൾ അവർ അവിടെ പോയിട്ടുള്ള അനുഭവങ്ങളാണ് അവർ പറയുന്നത്. അവരും യൂട്യൂബേഴ്സാണ്, അവരൊക്കെ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരും അതാ പറയുന്നത്, അവർ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പം പ്രായത്തിലൊന്നുമല്ല കാര്യം, എന്താണ് അവരുടെ സന്തോഷമായിട്ടുള്ളൊരു ജീവിതം. അപ്പോൾ അത് എത്ര പ്രായം കൂടിയാലും ഇപ്പം എന്താണ് ഒരു ഇതുണ്ട്, സമൂഹത്തിലൊരു ഇതുണ്ട്, പെണ്ണിന് എന്താണ് 18 വയസ്സായാലും എന്താണ് ആണിന് 30-35 വയസ്സായാലും പ്രശ്നമില്ല. അത് നേരെ തിരിച്ചായാലും എന്താ പ്രശ്നം? അത് നേരെ തിരിച്ചായി പെണ്ണിന് ഒരു 30 വയസ്സായി, ആണിന് ഒരു 25 വയസ്സാണെങ്കിൽ എന്താണ് പ്രശ്നം? അതിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർ ഹാപ്പിയാണ്. അതിൽ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ കുരു പൊട്ടാനുള്ളത് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇത്രയും ദേഷ്യം, ഇത്രയും നിങ്ങളുടെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും അങ്ങനെ കല്യാണം കഴിക്കും. നിങ്ങളുടെ കുടുംബത്തിലൊന്നും അവർ ചകയാൻ വരുന്നില്ലല്ലോ. അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ വീഡിയോസ് ഇട്ട് അവർ അടിച്ചു പൊളിച്ച് അവർ മാക്സിമം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അതിനിടയിൽ ആദ്യത്തെ ബന്ധത്തിലുള്ള മക്കളെവിടെ, അവരെവിടെ, അതൊന്നും നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ജീവിക്കുന്നു. അത് അവർ ചിലപ്പോൾ നോക്കുന്നുണ്ടാവും, ചിലപ്പോൾ നോക്കുന്നില്ലായിരിക്കും. അതിലൊക്കെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവരുടെ ജീവിതത്തിൽ അവർ ഹാപ്പി ആയിട്ടിരിക്കരുത്. പിന്നെ പറയും സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് നിങ്ങളെല്ലാം നേരിടേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാം നിങ്ങൾ പറയുന്ന എല്ലാം നേരിട്ട് നിങ്ങളെല്ലാം പറയുന്നത് കേട്ടിട്ട് അതെന്താണ് പഞ്ചപുച്ചടക്കിയിട്ട് ഇരിക്കണമെന്നൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്നത് അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കെല്ലാം വായി തോന്നുന്നത് വിളിച്ച് പറയുന്നത് അത് ശരിയായിട്ടുള്ള പ്രവണതയല്ല. എന്ത് തന്നെയാണെങ്കിലും അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് അത്രയും അവർ ഹാപ്പിയാണ് അവരുടെ ജീവിതത്തിൽ. അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ പറയും ക്യാമറയ്ക്ക് മുമ്പിലാണ് ഇങ്ങനെയുള്ള ആക്ടിങ്, ക്യാമറയുടെ പിന്നിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ അവരുടെ ഇഷ്ടം. അതിലൊന്നും നിങ്ങൾ ചകഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മൊത്തം നിങ്ങളെല്ലാവരും എല്ലാം തികഞ്ഞ ആളുകളാണോ? ഈ ബാഡ് കമൻസ് ഇടുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളെല്ലാം തികഞ്ഞ ആളുകളാണ്. എല്ലാം തികഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ചകഞ്ഞാൽ മതി. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഇതും കാര്യങ്ങളും എന്താണ് പെർഫെക്റ്റ് ആയിരിക്കില്ല. എന്നിട്ടായിരിക്കും അവരെ പോയിട്ട് ചൊറിയാൻ പോകുന്നത്. എന്താ പറയുക, നമ്മുടെ വായിൽ പല്ല് എന്തോട് കുത്തിയിട്ട് മറ്റുള്ളവർക്ക് നാറാൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളാദ്യം നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെ പോയിട്ട് ചൊറിയാൻ പോവുക. അപ്പോൾ അവർ എന്താ പറയുക, അവർ മാക്സിമം ഹാപ്പി ആയിട്ട് അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. പിന്നെ കമൻസ്, ഇങ്ങനെയുള്ള കമൻസുകളിട്ട് നിങ്ങൾ വെറുപ്പിക്കാതിരിക്കുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക. അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ജീവിച്ച് പൊക്കോട്ടെ. അവരൊരു പരിധിവരെയൊക്കെ എല്ലാ കമൻസിനും അവർ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ സഹി എടുക്കുമ്പോൾ അവർ കൊടുക്കാറില്ല. അവർ പിന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ അവരുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നത്. അവരും നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അവരവിടെ പറയുന്നത്. ഭയങ്കര കെയറിങ് ആണ്, നമ്മൾക്ക് പോലും ഇല്ലാത്ത ഒരു അത്രയും ഇതാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം. അവർ നേരിട്ട് കണ്ട സംഭവങ്ങളാണല്ലോ അവർ പറഞ്ഞത്. അവർ ക്യാമറയ്ക്ക് പിന്നിൽ കാണുന്ന സംഭവങ്ങളാണ് അവരവിടെ വിളിച്ചു പറഞ്ഞത്. അല്ലാതെ അതിന് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് അവർക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. എന്ത് തന്നെയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഹാപ്പിയാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കമൻസ് ഇട്ട് വേദനിപ്പിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലും കുടുംബമില്ലേ, നിങ്ങളും എല്ലാം തികഞ്ഞവരാണോ എന്ന് ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് അവരെ പോയിട്ട് ഇങ്ങനെ ചൊറിയാൻ നിൽക്കുക. എനിക്ക് നിങ്ങളോട് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കമൻസുകൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവരുടെ വീഡിയോസ്, ഒട്ടുമിക്ക വീഡിയോസും ഇവരുടെ കാണാറുള്ളതാണ്. ഇവരുടെ എന്താ പറയുക, ഇവരുടെ
തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് അതും ഞാൻ വിളിച്ച് പറയാറുണ്ട്. ഇപ്പോൾ എനിക്കെന്തോ ഇവർ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.